ഹായ് ഓൾ. നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. RSI ക്ലാസിക് ഡൈവർജൻസും ഹിഡൻ ഡൈവർജൻസും ഒക്കെ വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ എത്ര എൻട്രി നമുക്ക് കിട്ടി എന്നുള്ളതും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി നമ്മൾ എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മിക്കവാറും ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ ലെവലിലാണ് നിൽക്കുന്നത്. എൻട്രി എടുക്കാൻ കാരണം ഇതാണ്. ഇവിടെ ഒരു ഡൈവർജൻസ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. അതൊരു ക്ലാസിക് ഡൈവർജൻസ് ആണ്, കണ്ടില്ലേ? നമ്മൾ ലോവർ ലോ ഉണ്ടായ സമയത്ത് ഇവിടെ ഹയർ ലോ അല്ലെങ്കിൽ ഒരു ഈക്വൽ ലോ ഉണ്ടായി. ആ സമയത്ത് വേറെ കാര്യം കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ക്യാൻഡിൽ ഇത്ര സ്ട്രോങ് ക്യാൻഡിലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല, ഒരു പിൻബാറാണ്. പക്ഷേ അതിൽ വേറെ കാര്യം നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി മൊത്തത്തിൽ എടുത്തതിന് ശേഷം ഒരു ക്യാൻഡിലാണ്, ഉണ്ടായതിനു ശേഷം എടുത്തതിന് ശേഷം ഉണ്ടായ ഒരു ക്യാൻഡിലാണത്. ലിക്വിഡിറ്റി മൊത്തം സ്വീപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ടൊരു ക്യാൻഡിലായിരുന്നു. അത് കാരണമാണ് നമ്മൾ ആ ക്യാൻഡിലിൻ്റെ ഹൈ ക്രോസ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് കൂടെ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ആക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ എൻട്രി ഏരിയ തന്നെയാണ് വരുന്നത്. വീണ്ടും ഇപ്പോഴും ഒരു ക്ലാസിക് ഡൈവർജൻസ് തന്നെയാണ്. ഈ ഒരു ചെറിയ ഇത് സിംഗിൾ ലോസ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിംഗിൾ ലോസ് നോക്കിയാൽ ഇവിടെ ഒരു ഡൈവർജൻസ് നമുക്ക് കാണാം. ഇവിടെ നിന്ന് ഒരു നല്ലൊരു ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എൻട്രി ട്രൈ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഒരു എൻട്രിയാണ്. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇതാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മൾ അടുത്ത എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കിട്ടിയ എൻട്രികൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നൊരു ഏരിയ ഇതാണ്. സാറ്റർഡേ സൺഡേ എന്തായാലും നമ്മൾ മാർക്കറ്റിൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം തീരെ വോളിയം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നമ്മൾ അതിന് ശേഷം വന്നൊരു എൻട്രി എന്ന് പറയുന്നത് ഈ എൻട്രിയാണ്. അതായത് മാർക്കറ്റ് തിരിച്ചു പോയി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാന്നുള്ളൊരു കണ്ടീഷനാണ്. കാരണം മാർക്കറ്റ് നല്ല ബിയറിഷ് മൊമെൻറ്റം തന്നതിന് ശേഷമുള്ളൊരു ഫുൾ ബാക്കിന് ശേഷമാണ് നമ്മൾ ഈ എൻട്രി നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ അത്യാവശ്യം നല്ല ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് എൻഗൾഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് 1:2 ടാർഗറ്റ്. ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് എൻട്രി. അതിനുശേഷം നമ്മൾ നോക്കിയ സമയത്ത് ഈ ഒരു ഏരിയയിൽ നമുക്കൊരു 30 മിനിറ്റിൽ ഇവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ അതിനുശേഷം 15 മിനിറ്റിലാണ് നമ്മൾ അടുത്ത എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 15 മിനിറ്റിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത്. ഇതിലാണ് എൻട്രി പ്ലേസ് ചെയ്തത്. അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഈ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് അതിനുശേഷം വീണ്ടും നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തത് ഇവിടെ തന്നെയാണ്. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും പോയി മുകളിലേക്ക് പോയി. ഇത് 200ഉം ഇത് 100ഉം ആണ്, EMA ആണ്. ഈ 200 EMA നിന്ന് റിവേഴ്സൽ വന്നു. നല്ലൊരു സ്ട്രോങ്. കാരണം നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്തു. ക്യാൻഡലിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് 1:2. ഇതാ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. സന്തോഷമായിട്ട് അടുത്ത ട്രേഡ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഈ ട്രേഡിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ച് മൂവ്മെൻറ്റ് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും എൻട്രി 15 മിനിറ്റിൽ നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ കുറച്ച് താഴേക്ക് മാർക്കറ്റ് വന്നു. എവിടെ വേണമെങ്കിലും റിവേഴ്സൽ വരാം. അത് കാരണം നമ്മൾ 1 അവറിലും 30 മിനിറ്റിലുമാണ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. 30 മിനിറ്റിൽ പിന്നെ നമുക്ക് എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. 30 മിനിറ്റിൽ പിന്നെ വന്ന എൻട്രി ആയിരുന്നു ഇപ്പോൾ വന്നത്. അത് വീണ്ടും താഴെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് ലിക്വിഡിറ്റി എടുത്ത്, ഇത് മിക്കവാറും അടുത്തൊരു ബുള്ളിഷ് ക്യാൻഡിലായിരിക്കും മിക്കവാറും ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ ഇറ്റായ സ്റ്റോപ്പ് ലോസ് ആക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ മിണ്ടാതിരിക്കുക, അടുത്ത എൻട്രിക്ക് വെയിറ്റ് ചെയ്യുക. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ 3 ട്രേഡുകളാണ് നമ്മൾ എടുത്തത്. ഈ 3 ട്രേഡുകളെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് നമ്മൾ ടെർമിനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രേഡ് വന്നത് ഇവിടെ 6:36 നമ്മൾ ട്രേഡ് എടുത്തത്. 9 മണിക്ക് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 6:36 30 മിനിറ്റിലായിരുന്നു ആ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 30 മിനിറ്റിലോ 1 അവർ എന്താണ്, അതായത് ഈ ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് 6:36 ഈ ക്യാൻഡിൽ 6:30 6 മണി ടു 6:30ൻ്റെ 30 മിനിറ്റ് ക്യാൻഡിൽ. ഇത് അടുത്ത ക്യാൻഡിൽ 6:36 എൻട്രി എടുത്തു. 9 മണിക്ക് നമുക്ക് ടാർഗറ്റും കിട്ടി. അത് കഴിഞ്ഞ് അടുത്ത എൻട്രി നമ്മൾ എടുത്തത് എവിടെയാണ്? 15 മിനിറ്റിലാണ് അടുത്ത എൻട്രി എടുത്തത്. അത് 12:30ൻ്റെ ക്യാൻഡിൽ, 15 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. അതായത് 12:45 കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എൻട്രി നോക്കുകയാണെങ്കിൽ. 12:47 എൻട്രി എടുത്തു. 2:57 ഓൾമോസ്റ്റ് 3 മണിയോട് അടുപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസും ഹിറ്റായി. ഇതാ 3 മണിക്ക് 12:45 ടു 13, അതായത് 2:45 ടു 3 മണീൻ്റെ ആ ക്യാൻഡിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. അതിനടുത്ത ക്യാൻഡിൽ 3 മണീൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം, 3 ടു 3:15ൻ്റെ ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എൻട്രി കിട്ടി. ഇവിടെ നോക്കിയാൽ അതിപ്പോഴത്തെ എൻട്രി, ലാസ്റ്റ് എൻട്രിയാണ് ഈ എൻട്രിയാണ്. 3:16 നമുക്ക് എൻട്രി കിട്ടി. 8:20 ടാർഗറ്റ് കിട്ടി. 3:16 എൻട്രി കിട്ടി. ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ലോസ് വരെ പോയി. 8:20 നമുക്ക് ടാർഗറ്റ് കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് എൻട്രി ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ക്യാൻഡിലായിരുന്നു. കേട്ടോ, നമുക്ക് പണി തരാനായിട്ട് വന്നൊരു ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ താഴെ വന്ന് ആ സ്റ്റോപ്പ് ലോസ് എടുത്ത് തിരിച്ച് കയറുന്നുണ്ടല്ലേ. നമുക്ക് നോക്കാം 15 മിനിറ്റിൽ ഈ ക്യാൻഡിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിലായിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത എൻട്രിക്ക് വെയിറ്റ് ചെയ്യാം.
ഈ 3 എൻട്രി കൂടെ നമ്മളെന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ട് വളരെ ചെറിയ അക്കൗണ്ടാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നത്. അതായത് ചെറിയൊരു അക്കൗണ്ട് വെച്ചിട്ട് അത് ഗ്രോ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എൻട്രീസ് ഒക്കെ വളരെ ചെറിയ എൻട്രീസ് ആണ്. അപ്പോൾ ഈ 3 എൻട്രി എടുത്തതിലൂടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് റിസ്ക് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് എൻട്രി എടുത്തത്. കാരണം കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അത് കാരണം ആ സ്റ്റോപ്പ് ലോസ് നമ്മൾ റിസ്ക് എടുത്തിട്ടാണ്. നമ്മൾ 2 ട്രേഡിന്റെ പ്രോഫിറ്റ് റിസ്ക് എടുത്തിട്ടാണ്. 3 ട്രേഡ് എടുത്തതിൽ 1 സ്റ്റോപ്പ് ലോസ്, 2 പ്രോഫിറ്റ്. ആ 2 പ്രോഫിറ്റും കൂടെ കിട്ടിയതിന്റെ എമൗണ്ട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ട്രേഡ് എടുത്തത്. വീണ്ടും നമ്മൾ നമ്മുടെ ക്യാപിറ്റലിലേക്ക് തിരിച്ചു വന്നു. ചെറിയ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു $30 ആ റേഞ്ചിലുള്ള ഒരു അക്കൗണ്ടാണ്. ആ അക്കൗണ്ട് നമ്മളൊന്ന് ഗ്രോ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് ഇതുപോലെ എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യും. നിങ്ങൾക്ക് എൻട്രിയും എക്സിറ്റും ഒക്കെ ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. നിങ്ങൾ സ്വന്തം റിസ്കിൽ, കാരണം ട്രേഡിംഗ് ആണ്, അതിന് മാത്രം റിസ്ക് ഉള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ സ്വയം പ്ലാൻ ചെയ്തിട്ട് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുക. ഈ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ ഏത് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും നമ്മൾ മണി മാനേജ്മെന്റ് പക്ക ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിൽ സക്സസ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങുക. ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഓവർ റിസ്ക് എടുക്കരുത്, ലോണൊന്നും എടുത്ത് ട്രേഡ് ചെയ്യരുത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ സൈക്കോളജി ഡെവലപ്പ് ചെയ്യുക. എന്തായാലും സക്സസ് ആവും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.